അങ്ങനാട്ടെ. ഏതായാലും സാറിനെ നേരിട്ടൊന്ന് കാണാനൊത്തല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ഞാൻ വലിയ ഫാനാ കേട്ടോ. ആയിക്കോട്ടെ. ഈ സ്പടികം പോലത്തെ പടമൊക്കെ നല്ല ഇതായിരുന്നു. മുണ്ടുപറിച്ചടിയും ആട്ടിന്റെ ചോരകുടിയൊക്കെ നല്ല ജോറായിരുന്നു. ഇപ്പൊ ആ സൈസ് ഒന്നും ഇറക്കുന്നില്ലയോ? വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തുന്ന മാത്തുക്കുട്ടിയുടെ വരവിന്റെ ലക്ഷ്യങ്ങൾ, വിദേശത്തും നാട്ടിലുമായി നടക്കുന്ന സംഭവങ്ങൾ, മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മോഹൻലാലും ജയറാമും ദിലീപും അതിഥി വേഷത്തിൽ. ഒരു മിനിറ്റ്, എന്താ മാത്തുക്കുട്ടി എന്ന് പറയും, ജർമ്മനി. ഒരു രഞ്ജിത്ത് സിനിമയിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതെല്ലാം കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിലും ഉണ്ടാകും. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയ്ക്കാണ് മാത്തുക്കുട്ടിയുടെ സാറ്റലൈറ്റ് റൈറ്റ് വിറ്റുപോയിരിക്കുന്നത്. ഇത് രഞ്ജിത്ത് എന്ന സംവിധായകന് ലഭിക്കുന്ന അംഗീകാരമാണോ അതോ മമ്മൂട്ടി എന്ന നടനിൽ ലഭിക്കുന്ന അംഗീകാരമാണോ എന്ന് ചോദിച്ചാൽ സംവിധായകന് പറയാനുള്ളത് ഇത്രമാത്രം. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ നല്ല സിനിമയ്ക്ക് കിട്ടുന്ന അംഗീകാരമാണത്. നല്ല സിനിമയ്ക്കുള്ള ശ്രമങ്ങളെ എനിക്കൊന്ന് ടെലിവിഷൻ ചാനലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കൂടെ ഭാഗമാണ്. അല്ലെങ്കിൽ പ്രേക്ഷകർ അത്തരം നല്ല സിനിമയ്ക്കൊപ്പമാണെന്നുള്ള തിരിച്ചറിവിൻ്റെ കൂടെയാണ് ഈ പറയുന്ന ഒരു വിലയ്ക്ക് അതിന് സാറ്റലൈറ്റ് വിൽക്കാൻ കഴിഞ്ഞത്. മാത്തുക്കുട്ടിയെ പറ്റി ചിന്തിച്ചപ്പോൾ തന്നെ മനസ്സിൽ വന്നത് മമ്മൂട്ടിയുടെ മുഖമാണ്. ആ റോൾ മമ്മൂട്ടി എന്ന നടൻ മനോഹരമാക്കിയെന്ന് രഞ്ജിത്ത് പറയുന്നു. പ്രാഞ്ചി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന മമ്മൂക്ക സിനിമയാണ്. പ്രാഞ്ചിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ തൃശ്ശൂർക്കാരൻ ക്രിസ്ത്യാനിയിൽ നിന്നും വളരെ ഭിന്നമായ ഒരു അവസ്ഥയുള്ള ഒരാളാണ് മാത്തുക്കുട്ടി. അത് അദ്ദേഹം വളരെ മനോഹരമായി പെർഫോം ചെയ്തു. ഹിറ്റുകളിൽ നിന്ന് ഹിറ്റുകളിലേക്ക് യാത്ര ചെയ്യുന്ന രഞ്ജിത്ത് എന്ന സംവിധായകൻ മമ്മൂട്ടിക്കും പ്രേക്ഷകർക്കും നൽകുന്ന റംസാൻ സമ്മാനമാകും കടൽ കടന്നൊരു മാത്തുക്കുട്ടി. എന്താ പേര് പറഞ്ഞേ? മാത്തുക്കുട്ടി. അപ്പൊ പറഞ്ഞ പോലെ. റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.